കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് മറ്റൊരു ശ്രദ്ധേയമായ പുസ്തക പ്രകാശനം കൂടി. കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഷംനാദ് പുതുശ്ശേരിയുടെ വിശുദ്ധൻ്റെ കുമ്പസാരം എന്ന കൃതിയുടെ പ്രകാശനം ഇന്നലെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്നു. പുസ്തക പ്രകാശനം നിർവഹിച്ചത് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും പുതിയ കൃതിയുടെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങിയത് മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി ആർ പാർവതി ദേവിയുമായിരുന്നു. സാഹിത്യവും മാധ്യമവും സാമൂഹ്യബോധവും ഒന്നിച്ചു ചേരുന്ന വേദിയായി ഈ പുസ്തക പ്രകാശന ചടങ്ങ് മാറി. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കേരള വിഷൻ പബ്ലിക്കേഷൻസിൻ്റെ പ്രസിദ്ധീകരിക്കുന്ന ശ്രീ ഷംനാദ് പുതുശ്ശേരിയുടെ വിശുദ്ധൻ്റെ കുമ്പസാരം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുക എന്നത് ഒരു പുതിയ ചിന്ത ലോകത്തിന് സമ്മാനിക്കുക എന്നതുകൂടിയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വായനക്കാരിലെ ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണ് ഈ പുസ്തകം. പാപം ചെയ്യാത്തവരല്ലേ വിശുദ്ധരാകുന്നത്, എന്നിട്ടും എന്തിനാണ് ഈ കുമ്പസാരമെന്ന് പുസ്തകത്തിൻ്റെ പുറംചട്ടയിലുള്ള ചോദ്യം നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നതാണ്. നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുമുട്ടുന്ന മനുഷ്യരും നാം അറിഞ്ഞും അനുഭവിച്ചതുമായ സംഭവങ്ങൾ എഴുത്തുകാരൻ്റെ തൂലികയിലൂടെ സംസ്കരിക്കപ്പെട്ട് വായനക്കാരിലേക്ക് എത്തുമ്പോൾ അതൊരു പുതിയ അനുഭവമായി മാറുകയാണ്. ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നാം അണിയുന്ന മുഖംമൂടികൾ മാറ്റി സ്വന്തം ആത്മാവിനോട് സംസാരിക്കുവാനുള്ള ഒരു അവസരമാണ് ഷംനാദ് ഈ കൃതിയിലൂടെ ഒരുക്കുന്നത്. സ്വന്തം ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ വായനക്കാരനെ പ്രേരിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജീവിതാനുഭവങ്ങളെ സത്യസന്ധമായി ആവിഷ്കരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വായനക്കാർക്ക് അവരിലേക്ക് തന്നെ കണ്ണുകൾ തുറക്കുവാൻ സഹായിക്കുന്ന രീതിയിൽ ഈ പുസ്തകം രചിച്ച ഷംനാദ് പുതുശ്ശേരിയെ ഞാൻ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അക്ഷരങ്ങളെയും വായനയെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേരള വിഷൻ പബ്ലിക്കേഷൻസ് കാണിക്കുന്ന താല്പര്യം എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ സാംസ്കാരിക അന്തരീക്ഷം കൂടുതൽ ഉജ്ജ്വലമാക്കുന്നത് ഇത്തരം നല്ല പുസ്തകങ്ങൾ ഇറങ്ങുമ്പോഴാണ്. ഈ പുസ്തകം മലയാള വായനാ ലോകം ഇരുകൈയും നീട്ടി സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഷംനാദ് പുതുശ്ശേരിക്ക് ഇനിയും മികച്ച സൃഷ്ടികൾ രചിക്കാൻ സാധിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് വിശുദ്ധൻ്റെ കുമ്പസാരം എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേകിച്ചും എൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഷംനാദ് ഒരു പുസ്തക പ്രകാശനം നടക്കുമ്പോൾ അതിനെന്നെ ക്ഷണിക്കുകയും ആ പുസ്തകം ഏറ്റുവാങ്ങണം എന്ന് വളരെ വളരെ നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഞാനും ശിവൻകുട്ടിയും കൂടി ഒരു പരിപാടിക്ക് പങ്കെടുക്കാറില്ല. പ്രത്യേകിച്ചൊരു കാര്യമുള്ളതുകൊണ്ടല്ല, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും ഉണ്ടാവുക. എന്ന് മാത്രമല്ല, പലപ്പോഴും സാംസ്കാരിക പരിപാടികളിലാണ് ഞാൻ ഏറെയും പങ്കെടുക്കുക. ശിവൻകുട്ടി കൂടുതലും മറ്റ് പല പരിപാടികളിലാണ്. അപ്പോൾ ഒരുമിച്ച് ഒരു വേദിയിൽ വളരെ വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാകാറുള്ളത്. പലപ്പോഴും ഞങ്ങളത് ഒഴിവാക്കാറുമുണ്ട്. ഇവിടെ കേരള വിഷൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ശിവൻകുട്ടിയെ ക്ഷണിക്കാൻ വന്നതിപ്പോഴും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി വേണ്ടാന്ന്. അങ്ങനെ ഒഴിവാകാമെന്ന് വിചാരിച്ചപ്പോൾ ഷംനാദ് പിടിച്ച പിടിയാലെ എന്നെ ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷേ തീർച്ചയായും സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി കേരള വിഷനും ഷംനാദിനും, പ്രിയപ്പെട്ട ഷംനാദിനും നന്ദി പറയുന്നു. വീണ്ടും വീണ്ടും നമുക്ക് കാണാം. വീണ്ടും കൂടുതൽ പുസ്തകങ്ങൾ വരുമ്പോഴും പ്രകാശനത്തിനല്ലെങ്കിലും വിവരം അറിയിക്കുക. പുസ്തകം വാങ്ങുന്നതായിരിക്കും. തീർച്ചയായും പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമ്മൾ അവരോടുള്ള സ്നേഹം കാണിക്കേണ്ടത് പുസ്തകം പണം കൊടുത്ത് വാങ്ങി തന്നെയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒന്ന്. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും അടുത്ത പുസ്തകങ്ങളൊക്കെ പണം കൊടുത്ത് ഞാൻ വാങ്ങുന്നതായിരിക്കും എന്നറിയിക്കുന്നു. എല്ലാ ആശംസകളും എല്ലാ അഭിവാദ്യങ്ങളും. ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി നടനും എഴുത്തുകാരനുമായ പ്രൊഫസർ അലിയാർ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബ്രിജേഷ് അച്ചാണ്ടി, കേരള വിഷൻ എഡിറ്റർ NE ഹരികുമാർ, കൂടാതെ ജ്യോതികുമാർ, പ്രവീൺ കുമാർ എന്നിവരും പങ്കെടുത്തു. റേറ്റിംഗിൽ വളരെ മുമ്പിലായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം അത് എഴുതിയത് മുഴുവൻ ഷംനാദാണ്. അപ്പം അത് ഇത് വായിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ജോലിയെങ്കിലും ഞാൻ ഈ രംഗത്ത് കുറേ കാലമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് പുറത്തിറക്കിയ ഒരു പുസ്തകത്തിൽ വിവരണ പാഠ സാഹിത്യം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശബ്ദകലയെക്കുറിച്ചുള്ള പുസ്തകമാണ്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ആശയമോ ഒരു അനുഭവമോ
കിട്ടിക്കഴിഞ്ഞാൽ അത് തൻ്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തുകയും പിന്നീട് താൻ ആർജിച്ച സംസ്കാരവുമായി അത് പ്രതിപ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് മറ്റൊരു സൃഷ്ടിയായിട്ട് നമ്മുടെ മുന്നിൽ എത്തുക. അതാണ് എഴുത്തുകാരനും സാധാരണ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഒരു ചെറിയ കാഴ്ചയൊന്നും നമ്മെ ചിലപ്പോൾ ആകർഷിച്ചു എന്നിരിക്കില്ല, നമ്മുടെ മനസ്സിൽ ഒരു വിത്തായിട്ട് വീണു എന്നിരിക്കില്ല. ഒരു എഴുത്തുകാരൻ അങ്ങനെയല്ല. അയാൾ അത് വല്ലാത്ത ഒരു അനുഭവമാക്കി എടുക്കുകയും കുറെ കാലം കഴിയുമ്പോൾ അത് മറ്റൊരു കലാസൃഷ്ടിയായി രൂപപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. ഞാൻ ഈ രണ്ട് കാര്യത്തിൽ ഭയങ്കര സന്തോഷം, രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ ഭയങ്കര സന്തോഷം. ഒന്ന് പാർവതി ചേച്ചി, അലിയാർ സാറും വന്നു. പാർവതി ചേച്ചി വളരെ നന്നായിട്ട് എന്നെ പൊക്കി പറഞ്ഞു. അലിയാർ സാർ ഒട്ടും കുറച്ചില്ല. മധുവിനെ വിളിക്കണ്ടായിരുന്നു. ഈ പരിപാടിക്ക് ഞാൻ ചെയ്തൊരു വലിയ അബദ്ധം അതാണ്. എന്തായാലും ഞാൻ ആ കഥകൾ മറ്റൊരു പുസ്തകമായിട്ട് ഞാൻ എഴുതുന്നുണ്ട്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലത്തിൻ്റെ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മയുടെ ഭാഗമാണ് മധു. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പാർവതി ചേച്ചി എൻ്റെ പുസ്തകം ഏറ്റുവാങ്ങണം എന്നുള്ളത്. ചേച്ചി പറഞ്ഞതുപോലെ അത് നടക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. മന്ത്രി മഹേഷ് പോകുമ്പോഴും മന്ത്രി പറഞ്ഞു, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ പാർവതി. അപ്പോൾ ഞാൻ ചേച്ചിയോട് നിർബന്ധിച്ച് പറയായിരുന്നു, എൻ്റെ പുസ്തകം ചേച്ചി തന്നെ ഏറ്റുവാങ്ങണം. കാരണം ഒരുപക്ഷെ നമ്മളിൽ ഊർജ്ജം നിറയ്ക്കുന്ന ഒരു ശക്തി ഉണ്ടാവണം ആർക്കും. ജേർണലിസം കഴിഞ്ഞിട്ട് ഞാൻ കൈരളിയിലേക്ക് ചെല്ലുമ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചിത്രം, ഞാൻ അത് ഇന്നലത്തെ പോലെ ഓർക്കുന്നു. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ്റെ ചിത്രപ്രദർശനം, ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയതാണല്ലോ. അപ്പോൾ എന്തായാലും കവർ ചെയ്യണം എന്ന് കരുതി മുഹമ്മദിൻ്റെ ചിത്രപ്രദർശനം എടുക്കാനാണ് പാർവതി ചേച്ചി എന്നെ അയക്കുന്നത്. ഞാൻ ആ മുഹമ്മദിൻ്റെ ചിത്രപ്രദർശനം കവർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ എഴുതി. ഇപ്പോൾ ഇന്ത്യയിൽ എഴുതി കിടക്കുന്ന സാധനം പാർവതി ചേച്ചിയോട് കൊടുത്തു. പാർവതി ചേച്ചി ഒട്ടുമേ ലുബ്ധം പിടിക്കാതെ എന്നെ വളരെ നന്നായിട്ട് പൊക്കി പറഞ്ഞു. നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നീ മനോഹരമാണ് നിന്റെ ഭാഷയെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഞാൻ രണ്ട് കൈയും കൊണ്ട് എഴുതേണ്ട കാലഘട്ടം വന്നിട്ടുണ്ട്. അലിയാർ സാറിന് അറിയാം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഡെയിലി ആയിരുന്നു. അപ്പോൾ അത് അരമണിക്കൂർ ഡോക്യു ഫിക്ഷൻ പ്രോഗ്രാം ആണല്ലോ. വിശ്വസിച്ചാലില്ലെങ്കിൽ 2 മണിക്കൂറിൽ സാറിപ്പോൾ എന്നെ പൊക്കി പറഞ്ഞു എനിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുമെന്ന് ഷംനാദ് എഴുതിയാൽ. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. സാർ എന്നെ വിളിച്ച് തെറി വിളിക്കും. അതിൻ്റെ തെറ്റുകൊണ്ടൊന്നും ആയിരുന്നില്ല, എഴുത്തിലെ തെറ്റുകൊണ്ടല്ല. ഈ വേഗത്തിൽ എഴുതി വിടുമ്പോൾ ഒറ്റ എഴുത്താണ്, രണ്ടാമതൊന്ന് വായിച്ചു നോക്കാൻ പോലും സമയം കിട്ടില്ല. കാരണം രാത്രി 10:30 എല്ലാ ദിവസവും വേണമല്ലോ. അപ്പോൾ സാർ പറയും, നിന്നെ ആരാടാ പഠിപ്പിച്ചതെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ 2 കൈയും കൊണ്ടൊക്കെ എഴുതാൻ ഉള്ളൊരു പ്രേരക ശക്തിയായി, ഊർജമായി ആ വാക്കുകളെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു പ്രിയപ്പെട്ട പാർവതി ചേച്ചി. ഞാൻ ഉള്ളിടത്തോളം, എൻ്റെ അക്ഷരങ്ങൾ ഉള്ളിടത്തോളം അന്ന് കിട്ടിയ വാക്ക് ഞാൻ നിധി പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കും. അലിയാർ സാറ് സ്വാഭാവികമായിട്ടും അലിയാർ സാറ് ഞാൻ വളരെ അഭിമാനത്തോടെ പറയാം, സാറിനെ ഇരുത്തിയിട്ട് തന്നെ പറയാം, എൻ്റെ എഴുത്ത് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ അതിലും മനോഹരമായിട്ട് സൂക്ഷിക്കുന്നത് ഇടമലക്കുടിയിലേക്ക് ഞാൻ നടത്തിയൊരു യാത്രയുണ്ട്. റോഡും ഇപ്പൊ ഇന്ന് ഇടമലക്കുടിയിലേക്ക് ജീപ്പിലേക്ക് പോകാൻ പറ്റും. 40 കിലോമീറ്റർ കാൽനടയായി വേണം ആനയുടെയും സിംഹം ഒഴിച്ചുള്ള എല്ലാ മൃഗങ്ങളുള്ള കാട്ടിലേക്ക് പോകാൻ. അപ്പൊ ആ കാട്ടിലേക്ക് 40 കിലോമീറ്റർ 1.5 ദിവസം നടന്നിട്ടാണ് എത്തിയത്. എന്നിട്ട് കാട്ടിനുള്ളിലെ അക്ഷര വെളിച്ചം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ആ ഡോക്യുമെന്ററിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നു. ഞാൻ എൻ്റെ പുസ്തകത്തിൽ സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ സാറ് വായിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. അലിയാർ സാറ് ഗദ്ഗതകണ്ഠനായി ഞാൻ അധികം കേട്ടിട്ടില്ല. സാറ് നമ്മളെ കരയിപ്പിക്കുന്ന തരത്തിൽ വായിക്കുമെങ്കിലും അന്ന് സാറൊരു അധ്യാപകൻ കൂടി ആയതുകൊണ്ടാവും ഇടമലക്കുടിയിൽ അക്ഷര വെളിച്ചം എത്തിക്കാൻ പോയ പാവപ്പെട്ട അധ്യാപകരുടെ കഥ കേട്ടിട്ട് അന്ന് അലിയാർ സാറിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. സാറ് ആ നിറഞ്ഞ കണ്ണുകളോട് എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ എഴുതി വെച്ചാൽ മതി, പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട. നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങളെ പകർത്തി വെച്ചാൽ മാത്രം മതിയല്ലോ. ആൾക്ക് ഇഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട്. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് പുസ്തകത്തിനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഷംനാദ് പുതുശ്ശേരിയോടുള്ള സ്നേഹമാണെന്ന് ഹൃദയത്തിൽ തട്ടി ഞാൻ മനസ്സിലാക്കുന്നു. ആ സ്നേഹത്തിന് എന്നും കടക്കാരനായി ഞാൻ ഉണ്ടാവും. ആശംസാ പ്രസംഗങ്ങൾ നടത്തിയത് പ്രശസ്ത അഭിനേത്രി രശ്മി ബോബൻ, മാധ്യമപ്രവർത്തനായ KV മധു. സാഹിത്യപ്രേമികൾക്ക് ഒരു പുതിയ വായനാനുഭവം നൽകുന്ന വിശുദ്ധന്റെ കുമ്പസാര ഇനി വായനക്കാരുടെ കൈകളിലേക്ക്.